മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ അടുത്ത കാലത്ത് കുറേ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോവുകയുണ്ടായി. അവിടെ 3 കാര്യം ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ടായി. പണ്ട് എത്ര ആന ഈ അമ്പലത്തിൽ ഉപയോഗിച്ചിരുന്നു, ഇപ്പം എത്രയുണ്ട്? പണ്ട് വെടിക്കെട്ട് എത്രയുണ്ടായിരുന്നു, ഇപ്പം എത്രയുണ്ട്? പിന്നെ വിഭവസമൃദ്ധമായ സദ്യ ഇപ്പോൾ ഉണ്ടോ? ഈ 3 കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുള്ളത് വളരെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ക്ഷേത്രങ്ങളിലെ ഭരണാധികാരികളിൽ സ്വാധീനം ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ്. ഏതായാലും വെടിക്കെട്ടിൽ ഗവൺമെന്റിന്റെ കുറേ നിരോധനം വന്നു, ആനയുടെ കാര്യത്തിലും കുറേയധികം നിരോധനം വന്നു. വിഭവസമൃദ്ധമായ സദ്യ ആരും നിരോധിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത്ഭുതകരമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ധാരാളം ക്ഷേത്രങ്ങളിൽ പണ്ട് ലക്ഷക്കണക്കിന് രൂപ വെടിക്കെട്ടിന് ഉപയോഗിച്ചിരുന്നത് ഒന്നുകിൽ ദീപാരാധന സമയത്ത് 4, 5, 1000, 4000, 3000, 5000 രൂപയുടെ വെടിക്കെട്ട് ആക്കി കുറച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. വലിയൊരു മാറ്റം. ലക്ഷക്കണക്കിന് രൂപ വെടിക്കെട്ടിന്റെ പേരിൽ നശിപ്പിച്ച് മഹാരോഗമുണ്ടാക്കുന്ന ആ ആചാരം 89 വർഷങ്ങൾക്ക് മുമ്പ് പുറ്റിങ്ങലിൽ ആരംഭിച്ച അന്ന് 15 പേര് മരിച്ചു. കഴിഞ്ഞ വർഷം 125 പേര് മരിച്ചു. ആ മരിച്ചവന്റെ ദുഃഖം അറിയണമെങ്കിൽ ആ മരിച്ചവരിൽ നമ്മളുടെ വീട്ടുകാരുണ്ടായാലേ ദുഃഖം അറിയുള്ളൂ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ശരിക്ക് അടിച്ച് കലക്കി രാക്ഷസീയ ശബ്ദത്തെ ആസ്വദിക്കുന്നവർ ഓർമ്മിക്കുക, കോടിക്കണക്കിന് രൂപയാണ് കത്തിച്ച് കളയുന്നത്. ആ അത്രയും രൂപയുണ്ടെങ്കിൽ LKG മുതൽക്ക് 10ാം ക്ലാസ് വരെ ഒരു സ്കൂൾ തുടങ്ങാം. അത് എന്നും നിൽക്കും. ഇത് 2 മണിക്കൂർ നേരത്തെ നിൽക്കുള്ളൂ. ആ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആനയുടെ കാര്യത്തിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. നിരന്തരം മാതൃഭൂമി മനോരമ പേപ്പർ ഞാൻ നോക്കാറുണ്ട്. ഏതാണ്ട് മേടമാസം 1-ാം തീയതി ആവാറായി. മീനം കഴിഞ്ഞ് മേടം. ശരിക്കും പറഞ്ഞാൽ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം നല്ല ചൂടുള്ള കാലമാണ്. ആനകൾക്ക് താങ്ങാൻ പറ്റാത്ത ചൂട്, മനുഷ്യന് പോലും വെറി പിടിക്കുന്ന ചൂട് ഉള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയും ദിവസമായിട്ട് ആന വിരണ്ടോടി കുത്തിക്കൊന്നു എന്നുള്ളത് കാര്യമായിട്ട് വായിച്ചിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം, അവിടെ ഇവിടെ വാർത്ത വരാത്ത വിധത്തിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ ദിവസവും ഇതൊരു വാർത്തയായിരുന്നു. എല്ലാ ദിവസവും ഇതൊരു വാർത്തയായിരുന്നു. 1 ദേവസ്വം ബോർഡിന്റെ നിർബന്ധം, 2 മൃഗ സംരക്ഷണ വകുപ്പിന്റെ നിർബന്ധം, 3 സർക്കാരിന്റെ നിർബന്ധം, 4 പോലീസുകാരുടെ നിർബന്ധം. ഇതെല്ലാം കൊണ്ടായിരിക്കാം ആനകളോടുള്ള പെരുമാറ്റവും ആനകളെ സംരക്ഷിക്കാനുള്ളതിൻ്റെ നിയമം വളരെ കർക്കശമായത്. മാത്രമല്ല, ആനകളുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് വേണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്പലത്തിലെ പ്രസിഡന്റ്, സെക്രട്ടറിയാണ് ഉത്തരവാദിത്വം എന്നുകൂടി വന്നപ്പോഴത്തേക്കും ശരിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അവനവന്റെ കാല് കുഴിയിലേക്ക് പോകുമെന്നുള്ള ഭയവും കൂടി വന്നപ്പോൾ ആനകളോടുള്ള തിന്മ നിറഞ്ഞ ക്രൂരമായ പ്രവൃത്തികൾ കുറേ നിന്നു. തൃശ്ശൂർ പൂരത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിലും മാറ്റം വരണം. കുറച്ച് നേരത്തേക്ക് ആൾക്കാരെ സുഖിപ്പിക്കാനും ടൂറിസം വികസിപ്പിക്കാനും ഒന്നും ഈ മൃഗങ്ങളെ ഇങ്ങനെ ദുരിതത്തിലാഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് ആനകളോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ആനയും മദ്യപിക്കുന്നുണ്ട്, ആനക്കാരനും മദ്യപിക്കുന്നുണ്ട്. ആനയുടെ കാലിലിടുന്ന ചങ്ങലയിൽ പോലും മുട്ടുസൂചിയ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് പെട്ടെന്ന് നടക്കാൻ വേണ്ടി. എന്തു ക്രൂരമായിട്ട് ആനയോട് പെരുമാറുന്നത്. അതിന് കൊടുക്കുന്ന ഭക്ഷണം പലപ്പോഴും ഇറച്ചിയും ഇറച്ചിയുടെ വേസ്റ്റുമാണ്, എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും പണ്ട് ചെയ്തിരുന്നില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ആശ്വസിക്കാം. എന്നാലും പണ്ട് ചെയ്തതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വെടിക്കെട്ട് കുറഞ്ഞു വരുന്നു, ആനയുടെ ഇത് കുറഞ്ഞു വരുന്നു. നിർഭാഗ്യവശാൽ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അല്പം കുറഞ്ഞിട്ടുണ്ട്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് പകരം കഞ്ഞി വീഴ്ത്തലും അങ്ങനെയുള്ളതൊക്കെ ആയി മാറിയിട്ടുണ്ട്. എങ്കിലും ഇഷ്ടമാതിരി വീട്ടിൽ കഴിക്കാനുള്ളവരാണ് അമ്പലത്തിൽ വന്നിട്ട് അന്നദാനത്തിന് നിൽക്കുന്നത്. ഒന്ന് തൊഴാൻ പോലും മനസ്സ് കാണിക്കാതെ അമ്പലത്തിന്റെ പുറകിൽ കൂടെ വന്നിട്ട്
ഭക്ഷണം കഴിച്ച് പുറകിൽ കൂടെ പോകുന്ന പാർട്ടികളാണ് ജന്മാവകാശം പോലെ അമ്പലത്തിൽ വന്ന് ഊണയിച്ചു പോകുന്നത്. ഓലപ്പുരയിൽ താമസിക്കുന്ന കറുത്ത തൊലിയുള്ള പാവപ്പെട്ടവര്, ഭിക്ഷക്കാര്, ശരിക്ക് അനാഥര്, വൃദ്ധര്, ഭക്ഷണത്തിന് അർഹതയുള്ള വ്യക്തികൾ ഒരാൾ പോലും അമ്പലത്തിലെ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കാറില്ല. വീട്ടിൽ ഇഷ്ടം മാതിരി ഭക്ഷിക്കാനുള്ളവരാണ് വന്ന് നിൽക്കുന്നത്. ഹോട്ടലിൽ പോയ 60-70 രൂപ കൊടുക്കണം, ഇത് ഫ്രീ കിട്ടും. ആ ഫ്രീ കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കാനും ആർക്കും ഒരു വിഷമം ഇല്ല. അവിടെ ദേവി ഭാഗവതമോ ഭാഗവത സപ്താഹമോ നടക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വരുന്നവർക്ക് ടോക്കൺ കൊടുക്കുക. അത് 10-100 പേരുണ്ടാവും, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഒരിക്കൽ അങ്ങനെ ചെയ്താൽ തീർച്ചയാണ് പിന്നെ ബാക്കിയുള്ളവർ വരില്ല. ആ അമ്പലവുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് എന്തിനാ ഊണ് കൊടുക്കുന്നത്? ഇനി അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-100 പാക്കറ്റ് ആക്കിയിട്ട് ജനറൽ ആശുപത്രിയിലെ പാവങ്ങൾ കൊടുത്താൽ പോരെ? വീട്ടിൽ തിന്നാനുള്ളവർക്ക് കൊടുക്കണോ? ആ അന്നദാനത്തിന് എത്ര പേര് വന്നു, അതാണ് അമ്പലത്തിന്റെ വിജയവും പരിപാടിയുടെ വിജയവുമായിട്ട് എടുക്കുന്നത്. ഏതായാലും മാറ്റം വരുന്നുണ്ടെന്ന് പറയാനാണ് ഞാൻ ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. വെടിക്കെട്ടിന്റെ കാര്യത്തിൽ അസാധാരണ മാറ്റം, ഉത്രാളിക്കാവിൽ ഉൾപ്പെടെ പ്രാവശ്യം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആനയുടെ കാര്യത്തിൽ കാര്യമായ മാറ്റം, അതേപോലെ തന്നെ വിഭവസമൃദ്ധമായ സദ്യയുടെ അളവും ഗുണവും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സിമ്പിൾ ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതായിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഇന്നലെ പാൽക്കുളങ്ങരയിൽ തിരുവനന്തപുരത്ത് NSSന്റെ നേതൃത്വത്തിലുള്ള അമ്പലത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഭാഗവതം തുടങ്ങുന്നതിൻ്റെ പി ഗോവിന്ദപിള്ളയുടെയും ശിവൻകുട്ടിയുടെയും വീടിന്റെ മുമ്പിലാണ്. ശരിക്ക് ഹിന്ദുക്കൾക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്നത് എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇവര് കർദിനാളിനും ബിഷപ്പിനും സ്വീകരണം നൽകിയതും അമൃതാനന്ദമയി അവഹേളിച്ചതും ബ്രിട്ടാസ് പറഞ്ഞതും അതേപോലെ ദിവ്യഗർഭം നൽകിയ കൊട്ടിയൂരിലെ കണ്ണൂരിലെ അച്ഛനെ സംരക്ഷിക്കുന്നതും ശരിക്ക് സെമിനാരിയിലെ ആൺകുട്ടികളെ അവിടത്തെ ആണെന്ന് പറയുന്ന പ്രിൻസിപ്പാള് അച്ഛൻ ദുരുപയോഗം ലൈംഗികമായിട്ട് ചെയ്തതും, ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ പാർട്ടിയിലെ അച്യുതാനന്ദന്റെ മകൻ തന്നെ ഗുരുവായൂരിൽ പോകുന്നതും, പിണറായി വിജയൻ സാറിന്റെ മക്കൾ തന്നെ അമൃതാനന്ദമയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതും, കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ തന്നെ ഈശ്വര വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നതും, ഈ സ്മൃതി ഗ്രന്ഥങ്ങളും വേദങ്ങളും കത്തിച്ച KR ഗൗരിയമ്മ തന്നെ ഭാഗവതം വായിക്കുന്നതും, DYFIയുടെ മീറ്റിംഗിൽ ചെന്നിട്ട് ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണമെന്ന് പറഞ്ഞതും, EK നായനാര് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ നിയമസഭാ കോംപ്ലക്സിൽ ഗണപതി ഹോമം നടത്തിയതും, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായിട്ട് തുടരുന്നതും, ഈ കടകംപള്ളി സുരേന്ദ്രനും KT ജലീലും ശബരിമലയിൽ പോയിട്ട് തൊഴുത് പ്രസാദം വാങ്ങിച്ചു വന്നതും, G സുധാകരൻ ഇപ്പോ അമ്പലത്തിൽ തൊഴാൻ പോകുന്നതും പണ്ട് പോവാതിരുന്നതും, അദ്ദേഹം എൻ്റെ വീട്ടിൽ വിളക്ക് എത്തിക്കാറില്ല, ആ എണ്ണ ഉണ്ടെങ്കിൽ ഞാൻ പപ്പടം കാച്ചാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ 14 സ്റ്റാഫിനെയും 13 ലക്ഷത്തിന്റെ കാറും അതുപോലെ എയർ കണ്ടീഷൻ മുറിയും വെച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന 93 വയസ്സുകാരൻ എന്താ ചെയ്യേണ്ടത്, അങ്ങേരുടെ കൂട്ടത്തിലെ 14 സ്റ്റാഫ് എന്താ ചെയ്യേണ്ടതെന്ന് പറയാതെ അവർക്കെല്ലാം 10-60,000 രൂപ ശമ്പളം കൊടുക്കുമ്പോൾ ആ ശമ്പളത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ കേരള ജനതയ്ക്ക് 4 മാസം പപ്പടം കാച്ചാനുള്ള എണ്ണ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ പറയാവുന്ന വിശ്വ ഹിന്ദു പരിഷത്തുകാർക്ക് പശു അമ്മയാണത്ര, അപ്പൊ കാള ആരാണെന്ന് അച്യുതാനന്ദൻ ചോദിച്ചപ്പോ, അച്യുതാനന്ദന്റെ വീട്ടിൽ ശനിയാഴ്ച പിച്ചക്കാർ വരുമ്പോ പണ്ടത്തെ കാലത്ത് അച്യുതാനന്ദന്റെ ഭാര്യ പിച്ചക്കാർ അമ്മയെ ധർമ്മം തരണമെന്നാ പറയാ. അച്യുതാനന്ദന്റെ ഭാര്യ പിച്ചക്കാർക്ക് അമ്മയാണെങ്കിൽ അച്യുതാനന്ദൻ പിച്ചക്കാർക്ക് ആരാണെന്ന് ചോദിക്കാനും എല്ലാം ഈ ശിവൻകുട്ടിയുടെയും പി ഗോവിന്ദപിള്ള, ഇപ്പൊ അദ്ദേഹം ഇല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടാരത്തിൽ വെച്ചിട്ടാണ് ഇന്നലെ വൈകുന്നേരം ഈ സുഭാഷ് നഗറിൽ തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങരയ്ക്കടുത്ത് ക്ലാസ് എടുത്തത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് തന്നെയായിരുന്നു ഭൂതംകുളം കൊല്ലത്ത് പറഞ്ഞത്.
അവിടുത്തെ NSSന്റെ അമ്പലത്തിലാണ് പറഞ്ഞത്. ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ശരിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള മുഖഭാവവും കുറച്ച് നെഗറ്റീവായിട്ടുള്ള വാക്കുകളും പറയുകയും ചെയ്തു. ഇവിടെ ഇന്നലെ നടന്ന ആ അമ്പലത്തിലെ പ്രഭാഷണവും NSSന്റെ തന്നെ പ്രഭാഷണം. അതിൽ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞത് കുറച്ചും കൂടി തട്ടായിരുന്നില്ലേ സാറേ, കേൾക്കട്ടെ, ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കേന്ദ്രമാണ്, എനിക്ക് കേൾക്കട്ടെ സാറേ സത്യം എന്താണെന്നുള്ളത് എന്നായിരുന്നു പറഞ്ഞത്. അവിടെ തന്നെ ആൾക്കാർക്ക് ഭാഗവതം നടത്തുന്നതിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ എതിരെയില്ല, അവർക്ക് അവിടെ മതപ്രഭാഷണം വെക്കുന്നതിലാണ് എതിര്. ഈ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമായി ഇവർക്ക് എതിര്. അത് അത്ഭുതം തോന്നിയത് അതാ. ഹിന്ദുക്കള് അമ്പലത്തിൽ കാവിക്കൊടി വെച്ചാൽ അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് വെക്കണം, അപ്പൊ ഇല്ലെങ്കിൽ വേണ്ട. പള്ളി കൊണ്ടുപോയിട്ട് ഇവർ ചുമന്ന കൊടി വെക്കില്ല, മസ്ജിദിൽ കൊണ്ടുപോയി ചുമന്ന കൊടി വെക്കില്ല. അവരുടെ നേതാക്കന്മാരിൽ ചിലരൊക്കെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമാണ്, അവരങ്ങനെ വെക്കാനോട്ട് കൂട്ട് നിൽക്കുകയില്ല. ഏതായാലും നല്ല മാറ്റം, അന്നദാനത്തിന്റെ കാര്യത്തിൽ കുറേ മാറ്റം, ആനയുടെ കാര്യത്തിലും വെടിക്കെട്ടിന്റെ കാര്യത്തിലും മതപ്രഭാഷണമൊക്കെ വെക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നത് ശുഭോദർക്കമാണ് എന്നറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.